പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം 14. കുഞ്ഞാടും അനുയായികളും. ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോടുകൂടെ 144,000 പേരും. അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണ മീട്ടുന്നത് പോലൊരു സ്വരം. അവർ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ ബ്രഹ്മചാരികളുമാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. 3 ദൂതന്മാർ. മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട്. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ മഹത്വം നൽകുകയും ചെയ്യുവീൻ. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവീൻ. രണ്ടാമതൊരു ദൂതൻ വന്നു പറഞ്ഞു, മഹാബാബിലോൺ വീണുപോയി. ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലം പതിച്ചു. മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിൻ്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും. വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. അവരുടെ പീഡനത്തിൻ്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും രാപ്പകൽ ഒരാശ്വാസവും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരുളി ചെയ്യുന്നു. പിന്നെ ഞാൻ കണ്ടു, ഇതാ ഒരു വെൺമേഘം. മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ. അവൻ്റെ ശിരസിൽ സ്വർണ്ണ കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട്. ദേവാലയത്തു നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്ന് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാൾ എടുത്ത് കൊയ്യുക. കൊയ്ത്തിന് കാലമായി. ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. അപ്പോൾ മേഘത്തിൽ ഇരിക്കുന്നവൻ തൻ്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു. സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാളുമായി മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു. വേറൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു. അവന് അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു. മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ അരിവാളിറക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക. മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു. അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരി വിള ശേഖരിച്ച് ദൈവത്തിൻ്റെ ക്രോധമാകുന്ന വലിയ മുന്തിരി ചക്കിലിട്ടു. പട്ടണത്തിന് വെളിയിലുള്ള ചക്കിലിട്ട് മുന്തിരിപ്പഴം ആട്ടി. ചക്കിൽ നിന്ന് കുതിരകളുടെ കടിഞ്ഞാൻ വരെ ഉയരത്തിൽ 1600 സ്താദിയോൻ നീളത്തിൽ രക്തപ്രവാഹം ഉണ്ടായി. ദൈവജനമേ, വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപാട് പുസ്തകം 14-ാം അധ്യായം സ്വർഗീയമായ കാഴ്ചകളുടെയും കർത്താവിൻ്റെ അന്തിമ വിജയത്തിൻ്റെയും ഒരു നേർക്കാഴ്ച നമുക്ക് നൽകുന്നു. ഈ അധ്യായം
യേശുക്രിസ്തുവിനോടൊപ്പം സിയോൻ മലയിൽ നിൽക്കുന്ന 1,44,000 പേരെ പരിചയപ്പെടുത്തുന്നു. അവർ ലോകത്തിൻ്റെ പാപക്കറ പുരളാത്തവരും ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും നാമം നെറ്റിയിൽ എഴുതപ്പെട്ടവരുമാണ്. പാപത്തിൻ്റെയും അശുദ്ധിയുടെയും നടുവിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തെ ദൈവം തനിക്കായി വേർതിരിച്ചിട്ടുണ്ട് എന്ന വലിയ ഉൾക്കാഴ്ചയാണ് ഈ ഭാഗം നമുക്ക് നൽകുന്നത്. പുതിയൊരു ഗീതം പാടുന്ന ഇവരുടെ പ്രത്യേകത, ഇവർ കർത്താവിനെ അനുഗമിക്കുന്നവരും തിന്മയുടെ ശക്തികളെ അതിജീവിക്കുന്നവരുമാണ് എന്നുള്ളതാണ്. ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭൗമികമായ പ്രലോഭനങ്ങൾക്ക് നടുവിലും ആത്മീയ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സ്വർഗീയ ദർശനത്തെക്കുറിച്ചുള്ള നമ്മുടെ വിചിന്തനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതൽ വിശുദ്ധീകരണമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. 1,44,000 പേരുടെ ചിത്രം എണ്ണത്തിൽ കുറവാണെങ്കിലും ഗുണത്തിൽ ശ്രേഷ്ഠമായ ഒരു സമൂഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ലോകത്തിൻ്റെ മൂല്യങ്ങളെ തള്ളിക്കളഞ്ഞ് ദൈവത്തിൻ്റെ മാത്രം ചെയ്യുന്നവരാണവർ. നമ്മുടെ ആധുനിക ജീവിത ശൈലികൾ പലപ്പോഴും ഭൗതിക നേട്ടങ്ങൾക്ക് പിന്നാലെ പായുവാനും ആത്മീയ കാര്യങ്ങളിൽ വിമുഖത കാണിക്കുവാനും നമ്മെ ഓരോ നിമിഷവും പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം ഈ ലോകത്തിലേതല്ല, മറിച്ച് സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടകരാണ് എന്ന്. അതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിശുദ്ധിയിലും ദൈവഭയത്തിലും ജീവിക്കാൻ ശ്രമിക്കണം. കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയെപ്പോലെ തിരുസഭ വിശുദ്ധിയോടെയും കളങ്കമില്ലാതെയും നിലകൊള്ളണം. പ്രിയ ദൈവജനമേ, ഈ വെളിപാട് ഭാഗം നമുക്ക് നൽകുന്ന പ്രധാന പാഠം ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിലും യേശുവിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിലും നാം ഉറച്ചു നിൽക്കണം എന്നതാണ്. 3 ദൂതന്മാരുടെ പ്രഖ്യാപനങ്ങൾ ദൈവത്തിൻ്റെ ന്യായവിധിയും സാത്താന്യ ശക്തികളുടെ പതനവും വ്യക്തമാക്കുന്നു. ബാബിലോൺ വീണുപോയിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഈ ലോകത്തിലെ തിന്മയുടെയും പാപത്തിൻ്റെയും ആസ്ഥാനമായ എല്ലാ ശക്തികളും നശിക്കും എന്നതിൻ്റെ പ്രതീകമാണ്. മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിക്കാതെ ദൈവത്തിൻ്റെ മുദ്ര ധരിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തിന്മയുടെ ശക്തികൾ ഇന്ന് പല രൂപങ്ങളിൽ നമ്മെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിക്കോട്ടെ, ഫാഷനിൽ കൂടെ ആയിക്കോട്ടെ, നമ്മൾ തന്നെ ജീവിത അവസ്ഥയിൽ കൂടെ, നമ്മുടെ ജോലിയുടെ അവസ്ഥയായിക്കോട്ടെ, കുടുംബ അവസ്ഥയിലായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മളുടെ പാരിഷിൻ്റെ അവസ്ഥയായിക്കോട്ടെ, പല രീതിയിൽ പല രൂപങ്ങളിൽ നമ്മെ സ്വാധീനിക്കാൻ ഇത് ശ്രമിക്കുന്നു. എന്നാൽ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ഇവയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. അതിനാൽ പാപത്തെ വെറുക്കാനും ദൈവവചനം അനുസരിക്കാനും നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകണം. ഈ അധ്യായത്തിലെ സന്ദേശങ്ങൾ ഇന്നത്തെ ലോക സാഹചര്യങ്ങളുമായി വളരെ അർത്ഥവത്തായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആഗോളവൽക്കരണത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഈ കാലഘട്ടത്തിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഈ കാലഘട്ടത്തിൽ ലോകം ഒരു ആഗോള ഗ്രാമമായി മാറിയിരിക്കുന്നു. ഇത് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന മൃഗത്തിൻ്റെ മുദ്ര പോലുള്ള ആശയങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തിക വ്യവസ്ഥിതികളും രാഷ്ട്രീയ ശക്തികളും ചിലപ്പോൾ ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി നിലകൊള്ളുകയും വിശ്വാസികളായ നമുക്ക് പല രീതിയിലുള്ള വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുന്നു. അന്യായവും അസമത്വവും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു എന്ന മുന്നറിയിപ്പ് ലോകത്തിന് ആവശ്യമാണ്. തിന്മയുടെ ശക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ സ്വർഗീയ സൈന്യത്തോടൊപ്പം വിജയം വരിക്കുമെന്ന് ഈ അധ്യായം നമുക്ക് ഉറപ്പ് നൽകുന്നു. അതിനാൽ പ്രിയ സഹോദര സഹോദരി, ലോകത്തിൻ്റെ പ്രവണതകൾക്ക് അടിമപ്പെടാതെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്കായി നിലകൊള്ളാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. വെളിപാട് പുസ്തകത്തിലെ ഈ ദർശനങ്ങൾ പഴയ നിയമ പ്രവചനങ്ങളുമായി അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലും എസേക്കിയേലിൻ്റെ പുസ്തകത്തിലും വിവരിക്കുന്ന അന്ത്യകാല സംഭവങ്ങളുടെയും ന്യായവിധികളുടെയും തുടർച്ചയാണ് ഈ വെളിപാടുകൾ. പഴയ നിയമത്തിൽ വിവരിക്കുന്ന ബാബിലോണിൻ്റെ പതനം ഇവിടെ ആത്മീയ ബാബിലോണിൻ്റെ പതനമായി ആവർത്തിക്കപ്പെടുന്നു. പഴയ നിയമത്തിൽ ദൈവജനത്തെ പീഡിപ്പിച്ച ശക്തികൾക്ക് സമാനമായ ശക്തികളെയാണ് ഇവിടെ മൃഗം പ്രതിനിധീകരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം കഷ്ടതകളിലൂടെ കടന്നു പോകുമെന്നും എന്നാൽ അവസാനം ദൈവം അവരെ വീണ്ടെടുക്കും എന്നുമുള്ള പഴയ നിയമ വാഗ്ദാനങ്ങൾ ഈ പുതിയ നിയമഭാഗത്ത് നിറവേറുന്നതായി നമുക്ക് കാണാം. അതിനാൽ
പഴയതും പുതിയതുമായ നിയമങ്ങൾ ഒരേ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമാണെന്നും ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവജനമേ, ഈ തിരുവചന ഭാഗം പുതിയ നിയമ ഉപദേശങ്ങളുമായും ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളുമായും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചുമുള്ള സുവിശേഷ ഭാഗങ്ങളുടെ പൂർണ്ണതയാണ് വെളിപാട് 14-ാം അധ്യായം. കുഞ്ഞാടായ യേശു സിയോൻ മലയിൽ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊപ്പം നിൽക്കുന്നത് അവൻ്റെ പരമാധികാരത്തെയും വിജയത്തെയും കാണിക്കുന്നു. കർത്താവ് പറഞ്ഞതുപോലെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന വാക്യം ഈ അധ്യായത്തിലെ വിശുദ്ധരുടെ സഹന ജീവിതവുമായി ചേർന്ന് പോകുന്നു. കൂടാതെ ഈ ലോക ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് ശേഷം കർത്താവ് തൻ്റെ വിശ്വസ്ത ദാസന്മാർക്ക് നൽകുന്ന മഹത്തായ സമ്മാനത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. ഈ വെളിപാടുകൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും മരണത്തിലും ഉയർപ്പിലും പൂർണ്ണത കണ്ടെത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ മാത്രമാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയ സഹോദര സഹോദരി, ഈ വെളിപാടുകളുടെ വെളിച്ചത്തിൽ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഓരോരുത്തരും ഒരുങ്ങിയിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. ആരും അറിയാത്ത സമയത്ത് വരുന്ന ഒരു കള്ളനെ പോലെ ആയിരിക്കും നമ്മുടെ കർത്താവിൻ്റെ വരവ് എന്ന തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അതിനാൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുവാനും പാപത്തിൽ നിന്ന് അകന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വിളവെടുപ്പ് കാലം അടുത്തിരിക്കുന്നു. ദൈവം നമ്മെ തൻ്റെ കളപ്പുരയിൽ ചേർക്കുവാനായി കാത്തിരിക്കുകയാണ്. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ക്ഷണികമാണ്, എന്നാൽ വരുവാനിരിക്കുന്ന സ്വർഗീയ ജീവിതം നിത്യമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. വിശുദ്ധിയിൽ ജീവിക്കാം, നമുക്ക് വിജയം സുനിശ്ചിതമാണ്. പ്രത്യാശയോടെ കാത്തിരിക്കാം, നമ്മുടെ രക്ഷകൻ ഉറപ്പായി വരും. ദൈവഹിതം നിറവേറ്റുക, നിത്യത നമുക്ക് സ്വന്തമാക്കാം. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ സഹോദര സഹോദരി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.